ഗുരുതരമായ കരൾ രോഗം ബാധിച്ച 7 വയസ്സുകാരനെ ജീവിതത്തിലേക്ക് തിരികെത്തിക്കുവാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. രോഗബാധിതനായ നെടുങ്കണ്ടം പച്ചടി സ്വദേശി അഡോൺ ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയെ സഹായിക്കുന്നതിനായി പൊതുപ്രവർത്തകർ ചേർന്ന ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകി. നെടുങ്കണ്ടം പച്ചടി ഇലവുംകുന്നേൽ സിനോയയുടെയും അനുമോളുടെയും മകൻ അഡോണാണ് അപൂർവമായി ഉണ്ടാകുന്ന ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. 7 വയസ്സുകാരനായ അഡോൺ പച്ചടി SNLP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ കുരുന്നിനെ സഹായിക്കുന്നതിനായി നെടുങ്കണ്ടത്തെ പൊതുപ്രവർത്തകർ ചേർന്ന് ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അഡോൺ സിനോയി അപൂർവമായി ഉണ്ടാകുന്ന കരൾ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലാണ്. ഡോക്ടർമാരെല്ലാം പറഞ്ഞിരിക്കുന്നത് കരൾ മാറ്റൽ ശസ്ത്രക്രിയ നടത്തിയാൽ കുട്ടി ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നാണ്. എന്നാൽ ഈ കുടുംബത്തിൽ ചികിത്സയ്ക്കാവശ്യമായ ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നെടുങ്കണ്ടത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾ ഒത്തുചേർന്ന് ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിക്കും. കരൾമാറ്റ ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കരൾ നൽകാൻ അമ്മ അനുമോൾ തയ്യാറുമാണ്. എന്നാൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സകൾക്കുമായി 25 ലക്ഷം രൂപയോളം വേണ്ടിവരും. ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ഇവർക്ക് ഇതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. കുട്ടിയുടെ അവസ്ഥ അനുദിനം വഷളായും വരികയാണ്. ഓക്സിജന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ കുട്ടി കഴിയുന്നത്. ഈ സാഹചര്യത്തിലാണ് പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയത്. കുട്ടിയുടെ പിതാവ് സിനോയുടെ പേരിൽ നെടുങ്കണ്ടം ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അഡോണിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സംഭാവനകൾ ഈ അക്കൗണ്ടിലേക്ക് നൽകണമെന്ന് അഡോൺ ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.